നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടൻമേട് മയിലാടുംപാറയിലെ ഏലത്തോട്ടത്തിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. കുഴിയിൽ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായയെയും മയക്കുവെടി വെച്ചു. കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമായില്ല. പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങാൻ കാരണം പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനമെത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തത്. 10,000 ലിറ്റർ ഓക്സിജനുമായി എത്തിയ വാഹനം മുൻപ് തിരികെ പോകേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു. നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിലകപ്പെട്ട യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി വീണ തമിഴ്നാട് സ്വദേശിക്ക് മരക്കഷ്ണത്തിൽ പിടികിട്ടിയതിനാൽ താഴ്ചയിലേക്ക് വീണില്ല. മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുക്കുന്ന വെള്ളത്തിൽ തമിഴ്നാട് തേനി കുച്ചനെല്ലൂരിൽ ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ നാട്ടുകാർ രക്ഷിച്ചു. കാഞ്ചിയാർ അഞ്ചുരുളിക്ക് പുറമെ കട്ടപ്പന വാഴവര വാകപ്പടിയിലും കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് 3ഓളം കാട്ടാനകൾ. പുലർച്ചെ ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ പുത്തൻപുരയ്ക്കൽ ശ്രീജിത്ത് ആനകളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിശദമായ വാർത്തകൾ. വണ്ടൻമേട് മയിലാടുംപാറയിലെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. കുഴിയിൽ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായയെയും മയക്കുവെടി വെച്ച് പുറത്തെത്തിച്ചു. കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് അണക്കര ചെല്ലാർകോവിൽ മെട്ട. കടുവയുടെ സാന്നിധ്യമുള്ള മേഖലയല്ല ഇതെന്ന് നാട്ടുകാർ പറയുന്നു. വയലിൽ കരോട്ട് സണ്ണി എന്നയാളുടെ തോട്ടത്തിലെ ചവറും മറ്റും ഇടുന്നതിനായി ഉണ്ടാക്കിയ കുഴിയിലാണ് കടുവ വീണത്. പുലർച്ചെ നായയുടെ കുരകേട്ടെത്തി നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടതെന്ന് സണ്ണി പറയുന്നു. രാവിലെ അതിൻ്റെ നോക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ നിന്നൊരു അലർന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടെന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കയറി ഇവിടെ വന്നോക്കിയപ്പോൾ ഒരു പട്ടി കാറുന്ന വെച്ചാൽ കേട്ടെ ആദ്യം കുഴിയെന്ന്. അപ്പോൾ പട്ടി വീണതായിരിക്കും കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെന്ന് കുഴിയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് സാധനമാണെന്ന് മനസ്സിലായത്. നേരെ ഞാൻ പിന്നെ തിരിച്ചു പോയി ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു DFO ഉണ്ടായിരുന്നു, പുള്ളിയെ വിവരം അറിയിച്ചു. ഒരു 2 കിലോമീറ്റർ അപ്പുറമൊക്കെ ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ഒരെണ്ണം വന്നെന്നും പറഞ്ഞ് ഫോറസ്റ്റുകാർ അവിടെ വന്ന് ക്യാമറ വരികയും കാൽപ്പാട് കണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നീട് അതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് എന്നാൽ പോയതായിരിക്കും എന്ന് എഴുതിയിരിക്കുകയായിരുന്നു. പിന്നാലെ ഇയാൾ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. കുഴിയിൽ കടുവയോടൊപ്പം നായയും വീണിരുന്നു. നായയെ ഓടിച്ചു വന്ന വഴിക്കായിരിക്കാം കടുവ കുഴിയിലേക്ക് വീണതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നുള്ള മൃഗഡോക്ടറും വനപാലകരും എത്തിയാണ് കടുവയെ മയക്കുവെടി വെച്ചത്. കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി. പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ തന്നെ തുറന്നുവിടുമെന്ന് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO വിനോദ് പറഞ്ഞു. ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത്. ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഒരു പട്ടിയുണ്ടായിരുന്നു, കിണറ്റിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പട്ടിയെ ചേസ് ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം. ഇത് തമിഴ്നാടിൻ്റെ ബോർഡറിനോട് ചേർന്നുള്ള കേരളത്തിൻ്റെ ഭാഗത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. മറ്റെന്തെങ്കിലും പരിശോധനകൾക്ക് നടത്താനുണ്ടോ? ഇനി ഇതിന് പോകുന്ന വഴിയില്ല. അതിന് സാധാരണ പ്രാഥമികമായിട്ട് ചെയ്യുന്ന ഇതുപോലൊരു റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ഇഞ്ചക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. ആ ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. നായയും കുഴിയിൽ ഉണ്ടായിരുന്നതിനാൽ പേ വിഷബാധ പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമായിരിക്കും കടുവയെ വനത്തിൽ തുറന്നുവിടുക. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമായില്ല. പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനമെത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തതാണ് പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങാൻ കാരണം. 10,000 ലിറ്റർ ഓക്സിജനുമായി എത്തിയ വാഹനം മുൻപ് തിരികെ പോകേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു. 2 കോടി രൂപ മുടക്കിയ പ്ലാന്റിന്റെ നിർമ്മാണ കമ്പനിയുടെ കരാർ വ്യവസ്ഥകളും അടുത്ത മാസത്തോടെ അവസാനിക്കും. 2 കോടിയിലധികം രൂപ മുടക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലേക്ക് ഓക്സിജൻ എത്തിക്കുവാൻ സൗകര്യപ്രദമായ റോഡ് വേണം. പ്ലാന്റ് പൂർത്തിയായ ശേഷം 10,000 ലിറ്റർ ഓക്സിജനുമായി ബുള്ളറ്റ് ടാങ്കർ എത്തിയെങ്കിലും മെഡിക്കൽ കോളേജിന്റെയോ പ്ലാന്റിന്റെയോ സമീപത്തേക്കോ എത്താൻ കഴിയാതെ വാഹനം തിരികെ പോയത് ഏറെ വിവാദമായിരുന്നു. നിരവധി തവണ മെഡിക്കൽ കോളേജ് അധികൃതരെ നിർമ്മാണ കമ്പനി നോട്ടീസ് നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കുകയാണ്. ഇതോടെ 2 കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് ഉപയോഗശൂന്യമാകും. ജില്ലയിൽ വീണ്ടും കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ ആവശ്യം ഏറ്റവും പ്രധാനമാണ്. നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡില്ലാത്തതിനാൽ പ്ലാന്റും പദ്ധതിയും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. 2 വർഷം മുമ്പ് ഓക്സിജൻ പ്ലാന്റിനുള്ള ഒരു 2 കോടി രൂപ മുടക്കി കരാർ കൊടുത്ത് ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചാണ് ഈ കാണുന്നത്. പക്ഷേ ദുഃഖകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഓക്സിജൻ പ്ലാന്റിനകത്തേക്ക് വരാനുള്ള വണ്ടി വരാനുള്ള റോഡ് പോലും നിർമ്മിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചില്ല.
അടുത്ത മാസമാകുമ്പോൾ ഈ കരാറുകാരുടെ 2 വർഷത്തെ ഉത്തരവാദിത്വം തീർന്നു. അവർ 15 ദിവസം കൂടുമ്പോൾ അവരിവിടെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ കാലാവധി തീരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് റോഡ് പണിയണം, ഞങ്ങളുടെ ഓക്സിജൻ പ്ലാന്റ് കൊണ്ട് നിറയ്ക്കാൻ ഞങ്ങളുടെ കരാർ പ്രകാരം ഞങ്ങൾ തയ്യാറാണെന്ന്. പക്ഷെ ആർക്കും ഒരു താല്പര്യമില്ല. ഇപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ കരാറ് കാലാവധി തീരുന്നു, അവരുടെ ഉത്തരവാദിത്വം തീർന്നു നിയമപരമായിട്ട്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെയും നമ്മുടെ ആവശ്യകതയും എന്തിനാണോ 2 കോടി രൂപ മുടക്കി നിർമ്മിച്ചേക്കുന്നത് അത് പാഴായി പോകുന്ന ഒരവസ്ഥ. ഇപ്പൊ കൊറോണ ആരംഭിച്ചിരിക്കുന്നു, വ്യാപകമാകുന്നു. അപ്പോൾ ഓക്സിജൻ ഇത് അത്യാവശ്യമാണ്. നമുക്ക് ഈ മെഡിക്കൽ കോളേജാണ്, ഇത് വളരെ അത്യാവശ്യമാണ്. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ഒരു ദുഃഖകരമായ ഒരു മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, ഈ കോമ്പൗണ്ടിലേക്ക്, മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലേക്ക് മുഴുവനായിട്ടും റോഡ് നിർമ്മിക്കുവാൻ വേണ്ടി കിറ്റ്കോയ്ക്ക് 17 കോടി രൂപയുടെ കരാർ കൊടുത്തിട്ട് 2 വർഷമായി. ഒരു തിരിഞ്ഞു നോട്ടവുമില്ല, ഇങ്ങോട്ട് വരുന്ന വഴിയില്ല, അടിസ്ഥാനപരമായ സംവിധാനം ഒരുക്കാൻ ആർക്കും താല്പര്യമില്ല. ബന്ധപ്പെട്ട അധികാരികൾക്ക് താല്പര്യമില്ല, ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് താല്പര്യമില്ല. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്, ഇവിടുത്തെ രോഗികളുടെ ആവശ്യമാണ്. നിലവിലെ കരാർ കമ്പനി ഒഴിവായാൽ പുതുതായി ടെൻഡർ ചെയ്യേണ്ടി വരും. പുതിയ കരാർ ഏറ്റെടുക്കുന്ന കമ്പനി നിലവിൽ പണി പൂർത്തിയായ പ്ലാന്റ് തന്നെ ഉപയോഗിക്കുമോ എന്ന് പറയാനാകില്ല. ഇങ്ങനെ വന്നാൽ 2 കോടി രൂപ മുടക്കി പണിത പ്ലാന്റും അനുബന്ധ സംവിധാനങ്ങളും പ്രയോജനമില്ലാതാകും. ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാകുക. നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിലകപ്പെട്ട യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി വീണ തമിഴ്നാട് സ്വദേശിക്ക് മരക്കഷ്ണത്തിൽ പിടികിട്ടിയതിനാൽ താഴ്ചയിലേക്ക് വീണില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടമുണ്ടായത്. വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി വീണ തമിഴ്നാട് മധുര സ്വദേശിക്ക് മരക്കഷ്ണത്തിൽ പിടികിട്ടിയതിനാൽ താഴ്ചയിലേക്ക് വീണില്ല. വിനോദസഞ്ചാരി സെൽഫി എടുക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. മരക്കഷ്ണത്തിൽ തൂങ്ങിക്കിടന്ന യുവാവിനെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ വടം ഉപയോഗിച്ച് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തൂവൽ വെള്ളച്ചാട്ടത്തിൽ മുൻപും നിരവധി അപകടങ്ങൾ ഉണ്ടാകുകയും സഞ്ചാരികൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് തേനി കുച്ചനെല്ലൂരിൽ ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ നാട്ടുകാർ രക്ഷിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീയും ഭർത്താവും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ഭർത്താവിനെ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. എന്നാൽ സ്ത്രീ പാലത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയിട്ടും ഇവരെ രക്ഷിക്കാനായില്ല. തുടർന്ന് നാട്ടുകാർ കയറിലൂടെ ഇറങ്ങി ഇവരെ രക്ഷിക്കുകയായിരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതിനാൽ ഒഴുക്ക് കൂടുതലുള്ള സമയമാണിത്. വെള്ളത്തിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശം അവഗണിച്ചാണ് ഇവർ കുളിക്കാനിറങ്ങിയത്. കാഞ്ചാർ അഞ്ചുരുളിക്ക് പുറമെ കട്ടപ്പന വാഴവര വാകപ്പടിയിലും കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി. ശനിയാഴ്ച രാത്രിയിൽ 3ഓളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയത്. പുലർച്ചെ ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ പുത്തൻപുരയ്ക്കൽ ശ്രീജിത്ത് ആനകളുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇദ്ദേഹം വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരത്തി. അടിമാലി-കുമളി ദേശീയപാതയ്ക്ക് സമീപത്ത് വരെ കാട്ടാനകൾ എത്തുന്ന സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ ദിവസം രാത്രി വാഴവര വാകപ്പടിയിൽ ദേശീയപാതയ്ക്ക് മുകൾ വശത്താണ് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. 30 വർഷം മുൻപ് ഈ മേഖലയിൽ കാട്ടാന എത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖല കൂടിയാണിവിടം. കൃഷിയാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം. കഴിഞ്ഞ ദിവസം 3ഓളം കാട്ടാനകളാണ് ഈ മേഖലയിൽ എത്തിയത്. ഏലം, തെങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള കൃഷിവിളകൾ കാട്ടാന നശിപ്പിച്ചു. പുലർച്ചെ കട്ടപ്പനയിലേക്ക് ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ ശ്രീജിത്ത് തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നീട് ഇദ്ദേഹം ഫോൺ മുഖാന്തരം സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഒരു 10-30 വർഷം മുമ്പൊക്കെ ഇവിടെ വരുമായിരുന്നു. പണ്ട് ഇത് വരുമായിരുന്നു, ഫോറസ്റ്റ് അതിൻ്റെ അപ്പുറം. അപ്പം അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി കൃഷി, ഏലം ഒക്കെ ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടാണ് ഇത് പോയത്. ഇവരൊച്ച വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ആനക്കൂട്ടം മേലോട്ട് കയറി പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും താഴെ നിൽപ്പുണ്ട് സാധനം. ഇനിയിപ്പം ഈ ചക്ക ഇതൊക്കെ തിന്നുകൊണ്ട് ഇത് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പം അധികൃതരെ അറിയിച്ച് അവർ വന്നായിരുന്നു. അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. നിയമ നടപടി സ്വീകരിക്കാനൊക്കെയാണ് അവർ പറഞ്ഞത്. വൈകുന്നേരങ്ങളിലും രാത്രി സമയത്തും കനത്ത മഞ്ഞിറങ്ങുന്ന മേഖലയാണിവിടം. ആളുകൾ പുറത്തുപോയി തിരികെ വരുന്ന സമയത്ത് കാട്ടാനകൾ ഈ ഭാഗത്ത് എത്തിയാൽ കാണാൻ പോലും സാധിക്കില്ല. നിലവിൽ മേഖലയിൽ കാട്ടാനകൾ എത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വനപാലകരെ പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്ലാവ് ഉൾപ്പെടെ നിരവധി മരങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ കാട്ടാനകൾ തിരികെ എത്താനുള്ള സാധ്യതയും ഏറെയാണ്. കാഞ്ചാർ കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ വാക്കുപാലിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കക്കാട്ടുകടയിൽ നടന്ന പ്രതിഷേധ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് പാലിക്കുകയും പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ സമരം നടത്തിയത്. പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. 2.5 വർഷം മുൻപാണ് ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത്. തുടർന്ന് റോഷി അഗസ്റ്റിൻ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചു. എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം ഒരുക്കിയിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതോടെ നാട്ടുകാരുടെ യാത്ര കൂടുതൽ ദുരിതത്തിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കക്കാട്ടുകടയിൽ നടന്ന സമരം കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മഴക്കാലത്തും ഇതുപോലെ തന്നെ അവിടെ ആ ഗ്രാമം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെയുള്ള എത്ര വൃദ്ധരുണ്ട്, എത്ര കിടപ്പ് രോഗികളുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്, എത്ര ഗർഭിണികളുണ്ട്, അവരുടെ എല്ലാ നിലകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ചേരുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നൽകിയത്. അപ്പോഴും നമ്മുടെ പ്രതീക്ഷ ഈ മഴയ്ക്ക് മുമ്പെങ്കിലും നമ്മുടെ പാലം പൂർത്തിയാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൊവരയാർ ഇടവക വികാരി ഫാദർ ജോൺ മുണ്ടക്കാട്ട്, KC സിനീഷ് കുമാർ, രാജു നിവൃത്തിയിൽ, അരുൺ N നായർ എന്നിവർ സംസാരിച്ചു. നിരവധി പൊതുജനങ്ങളും സമരത്തിൽ പങ്കെടുത്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവം ഗൗരവമുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ. സ്കൂളുകൾ അടക്കമുള്ള മേഖലയിൽ വലിയ രീതിയിൽ കഞ്ചാവ് എങ്ങനെ എത്തിയെന്ന് പോലീസും എക്സൈസും കൃത്യമായി അന്വേഷിക്കണം. ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായ സാഹചര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനായി അടുത്ത ദിവസം പഞ്ചായത്ത് കമ്മിറ്റി കൂടുമെന്നും ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത്ര സ്കൂളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പ്രദേശത്ത് ഇത്രയും കഞ്ചാവ് എങ്ങനെ വന്നു എന്നത് കൃത്യമായി പോലീസ് അത് അന്വേഷിച്ച് അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇന്ന് ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉണ്ടായത് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. മറ്റ് കാര്യങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയുമായി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇത് വളരെ ഗൗരവമായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. കമ്മിറ്റി കൂടി എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. മറ്റുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരും മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരും ആ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തമായ നിലപാടെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുടുംബ വഴക്കിനെ തുടർന്ന് യുവതിയുടെ തല ഭർത്താവ് അടിച്ചു പൊട്ടിച്ചു. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം കുരുനിയിൽ ഹക്കീമാണ് ഭാര്യ ഷൈബിയെ ആക്രമിച്ചത്. ഇവരുടെ തലയിൽ 5ഓളം തുന്നലുകളുണ്ട്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കറുപ്പുപാലം കുരുനിയിൽ ഹക്കീമാണ് ഭാര്യ ഷൈബിയെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന ഹക്കീം ഷൈബിയുടെ തല അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. തുടർന്ന് രക്തത്തിൽ കുളിച്ച ഇവർ അയൽ വീട്ടിൽ അഭയം തേടി. പിന്നീട് ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇന്നും അവിടെ അടിയും വഴക്കുക, എത്ര പറഞ്ഞാലും മച്ച കേൾക്കുകയില്ല. ശരീരപുരം ചെയ്യരുതെന്ന് പറഞ്ഞാലും മച്ച കേൾക്കുകയില്ല. അവളെ ഞാൻ വിളിച്ചോണ്ട് പോയതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ആക്രമണത്തിൽ ഷൈബിയുടെ തലയിൽ 5ഓളം തുന്നലുകളുണ്ട്. ഹക്കീം സ്ഥിരം പ്രശ്നക്കാരനാണെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ കമ്മീഷനിങ് സെപ്റ്റംബറിലേക്ക് മാറ്റി. ഈ മാസം 17-ന് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനായിരുന്നു മുമ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ട്രാഷ് ട്രാക്ക് ഗേറ്റിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം സംബന്ധിച്ച പ്രശ്നം ഇനിയും പൂർണ്ണതോതിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നത്തിന് കൂടി ശാശ്വത പരിഹാരം കണ്ട് നിലയത്തിൽ നിന്ന് പൂർണ്ണതോതിലുള്ള ഉൽപ്പാദനം ഉറപ്പുവരുത്തിയ ശേഷം പദ്ധതിയുടെ ഔദ്യോഗിക കമ്മീഷനിങ് നടത്താനാണ് വൈദ്യുതി വകുപ്പ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.
60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ പൂർത്തീകരണം അവസാന ഘട്ടത്തിലാണെന്നും സെപ്റ്റംബറിൽ കമ്മീഷനിംഗ് നടത്തുമെന്നുമാണ് KSEB അധികൃതർ അറിയിച്ചിട്ടുള്ളത്. നിലയത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം നടന്നുവരികയാണ്. പദ്ധതിയിൽ നിന്ന് നിലവിൽ 100 ദശലക്ഷം യൂണിറ്റിലേറെ വൈദ്യുതി ഇതിനകം ഗ്രിഡിലേക്ക് നൽകിക്കഴിഞ്ഞു. ജൂൺ 17 പദ്ധതി നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും നദിയിലൂടെ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യം, ഹോട്ടൽ വേസ്റ്റ് മുതലായവ പദ്ധതിയുടെ ഇൻടേക്ക് ഭാഗത്തുള്ള ട്രാഷ് റാക്ക് ഗേറ്റിന്റെ അഴികളിൽ അടിഞ്ഞുകൂടി. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതുമൂലം പൂർണ്ണതോതിലുള്ള ഉൽപാദനത്തിൽ ചില സമയങ്ങളിലെങ്കിലും കുറവ് വരുന്ന സ്ഥിതിയുണ്ട്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഇൻടേക്ക് ചാനൽ പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ ഇൻടേക്ക് പൂളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തും. ഇതിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പരമാവധി ഉൽപാദനം ലഭിക്കുന്നതിനായി ട്രാഷ് ട്രാക്ക് ഗേറ്റിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം മാനുവലായി മാറ്റിക്കൊണ്ട് നിലവിൽ പ്രവർത്തനം നടത്തിവരികയാണ്. താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രാഷ് ഗേറ്റ് ക്ലീനർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. മാലിന്യം അരിച്ചു മാറ്റാനുള്ള കോമ്പിന്റെ ഫാബ്രിക്കേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. പുഴയിൽ നീരൊഴുക്ക് കുറയുന്നതിനനുസരിച്ച് ഉൽപാദനം നിർത്തിവെച്ച ഈ ജോലികൾ പൂർത്തിയാക്കും. കോമ്പിന്റെ പൂർണ്ണതോതിലുള്ള നിർമ്മാണവും സ്ഥാപനവും കഴിഞ്ഞതിനു ശേഷം പ്രവർത്തനം പരിശോധിച്ച നിലയത്തിൽ നിന്ന് പൂർണ്ണതോതിലുള്ള ഉൽപാദനം ഉറപ്പുവരുത്തിയ ശേഷം സെപ്റ്റംബർ മാസത്തോടുകൂടി പദ്ധതിയുടെ ഔദ്യോഗിക കമ്മീഷനിംഗ് നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വനം വകുപ്പിന്റെ അനാസ്ഥയാൽ സർക്കാരിന് കോടികളുടെ നഷ്ടം. പെരിഞ്ചാംകുട്ടി ഇല്ലി പ്ലാന്റേഷനിൽ നിന്ന് വെള്ളൂർ പേപ്പർ മില്ലിലേക്ക് എത്തിക്കേണ്ടിയിരുന്ന ഇല്ലിക്കൂട്ടങ്ങൾ അധികൃതരുടെ അനാസ്ഥയാൽ നശിച്ചു. ഇതോടെ വനസമ്പത്തുകൾ യഥാസമയം വിനിയോഗിക്കാതെ കോടികൾ നശിപ്പിക്കുകയാണെന്ന പരാതിയും ശക്തമാണ്. വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പെരിഞ്ചാംകുട്ടിയിൽ 750 ഹെക്ടർ റവന്യൂ ഭൂമിയാണുള്ളത്. ഇവിടെയാകട്ടെ ഇല്ലി തേക്ക് പ്ലാന്റേഷനുകളാണ്. ഭൂമി റവന്യൂ വകുപ്പിന്റെയെങ്കിലും മേൽനോട്ട ചുമതല സംസ്ഥാന വനം വകുപ്പിനാണ്. പെരിഞ്ചാംകുട്ടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ കീഴിലാണ് ഇവിടമുള്ളത്. സംസ്ഥാനത്തെ പേപ്പർ മില്ലുകളിലേക്കുള്ള ആവശ്യത്തിനായിട്ടാണ് ഇല്ലി നട്ടുപരിപാലിക്കുന്നത്. ഇത് മൂപ്പെത്തുന്ന മുറയ്ക്ക് മുറിച്ചെടുത്ത് പേപ്പർ മില്ലുകളിലേക്ക് മാറ്റുകയാണ് പതിവ്. 20 വർഷം മുമ്പ് ഇവിടെ നിന്നും ഇല്ലി മുറിച്ചു മാറ്റിയിരുന്നു. എന്നാൽ തുടർന്നിങ്ങോട്ട് സംരക്ഷകരായ വനംവകുപ്പിന്റെ അനാസ്ഥയാൽ ഒരു ചുവട് ഇല്ലി പോലും പേപ്പർ മില്ലിലേക്ക് എത്തിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്ന, അതായത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ഇപ്പോൾ അവിടെ പ്ലാന്റേഷനിലുള്ള തേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇല്ലി എല്ലാം ഗവൺമെൻറ്റിൻ്റെ പേപ്പർ മില്ലുകളിലേക്ക് എത്തിച്ച് അവിടെ നടത്തേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ വനവകുപ്പിൻ്റെ അനാസ്ഥ മൂലം സമയബന്ധിതമായി ഇത് വെട്ടി മാറ്റുന്നതിനോ ഗവൺമെൻറ് ലഭിക്കുന്നതിനോ തയ്യാറായിട്ടില്ല. ഈ അനാസ്ഥ മൂലം ഗവൺമെൻറ്റിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേലിൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ച് അതിന് നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇല്ലി മൂപ്പത്തിയ മുറയ്ക്ക് ഇത് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ കഴിയാത്തതിനാൽ ഭൂരിഭാഗം ഇല്ലിയും കരിഞ്ഞുണങ്ങിപ്പോയി. ആദിവാസികൾ കുറച്ചിടങ്ങളിൽ നിന്നും മുളയരി ശേഖരിക്കുകയും ചെയ്തതൊഴിച്ചാൽ ₹1 പോലും ഗുണകരമാക്കി മാറ്റുവാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. യഥാസമയം ഇല്ലി മുറിച്ചെടുക്കാതെ വന്നതോടെ കോടികളുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായിരിക്കുന്നത്. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം. സംസ്ഥാന സർക്കാരിന്റെ നിയമ ഭേദഗതികളിലെ അനീതികൾ തിരിച്ചറിയാതെ മലയോര ജനത കൈയടിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്യു കുഴൽനാടൻ MLA. വണ്ടൻമേട് ആമയാറ്റിൽ നടന്ന പ്ലാന്റേഴ്സ് ക്ലബ്ബ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിൽ നീറുന്ന നിരവധി ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പട്ടിയ ഭൂമിയിൽ കൃഷിക്കും വീട് വെക്കാനും ചെറിയ വ്യാപാരശാലകൾ പ്രവർത്തിപ്പിക്കാനുമല്ലാതെ മറ്റു നിർമ്മാണങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. ഇത് നടപ്പിലാക്കിയത് ആദ്യം ഇടുക്കിയിലാണ്. എന്നാൽ ഇത് കേരളമെമ്പാടും ബാധിക്കും. അവിടെയെല്ലാം ബഹുനില കെട്ടിടങ്ങളും വിവിധങ്ങളായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഇത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് സർക്കാർ മനസ്സിലാക്കിയതോടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നടപടികൾ തുടങ്ങിയത്. സർക്കാരിന്റെ നിയമ ഭേദഗതികളിലെ അനീതികൾ തിരിച്ചറിയാതെ മലയോര ജനത കൈയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. കേരളത്തിന്റെ എല്ലാ കണ്ണായ മേഖലകളിലും നെല്ലേപ്പട്ടയം ഉണ്ട്. പക്ഷെ ഇടുക്കിക്കാർ മാത്രമാണ് അഫക്റ്റഡ് ആയത്. 8 വില്ലേജുകാർ മാത്രം. ഞാൻ പൊളിറ്റിക്കലി അതിന് വന്ന് ഇൻവോൾവ് ചെയ്ത ആളാണെങ്കിൽ ഞാൻ തന്നെയാണ് അന്ന് കേസിന് ഒരു ആളെ ബേസുമായി കണ്ടെത്തി കേസ് ഫയൽ ചെയ്ത് കോടതി വന്ന് ഇവിടെ വക്കീൽമാരും സർമാനൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം. ഞാൻ പറഞ്ഞു നെല്ലേപ്പട്ടയ നിയമം എന്ന് പറയുന്നത് കേരളത്തെ മുഴുവൻ ഒന്നുപോലെ ബാധിക്കേണ്ട നിയമമാണ്. അതൊരു ഭാഗത്ത് മാത്രമേ നടപ്പാക്കാൻ കഴിയും. ഇതാണ് നിയമം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. അതിന് കേരളം മുഴുവൻ നിയമം ബാധകമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നത്. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലും നെല്ലേപ്പട്ടയം വരികയാണ്. അപ്പം അങ്ങനെ ഒരു നിയമം വന്നാൽ വലിയ അപകടമാണ്. അവർ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരുമെന്ന് ആഗ്രഹിച്ച്
അവിടെ നിന്ന് തുടങ്ങിയ പ്രോസസ്സാണ്. ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 9 വരെ എല്ലേപ്പട്ടയ ഭൂമിയിൽ നിയമം ലംഘിച്ച് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾക്കെല്ലാം സർക്കാർ അനുവദിക്കുന്ന രീതിയിൽ അതിനെ സാധൂകരിച്ചു കൊടുക്കാനുള്ളതാണ്. ക്ലബ് പ്രസിഡന്റ് CB എബ്രഹാം, സെക്രട്ടറി റൂബി ജോസഫ്, ജോയിന്റ് സെക്രട്ടറി സോണി MC, അഡ്വക്കേറ്റ് ജെയിംസ് സേവ്യർ, കുമ്പനാംതോട്ടം തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് പ്രതിനിധി തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി CB എബ്രഹാമിനെയും സെക്രട്ടറിയായി റൂബി ജോസഫിനെയും തെരഞ്ഞെടുത്തു. ബാലസംഘം ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രി വളപ്പിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചു. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഔഷധ സസ്യ പരിപാലനം, പ്രാധാന്യം എന്നിവ സംബന്ധിച്ച ഡോക്ടർ ഹരിമോഹൻ ക്ലാസ് നയിച്ചു. ആശുപത്രി വളപ്പിലെ ഔഷധ സസ്യങ്ങളുടെ തുടർ പരിപാലനം, പച്ചത്തുരുത്ത് വച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ബാലസംഘം പ്രവർത്തകർ നടപ്പാക്കുമെന്ന് ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പറഞ്ഞു. നമ്മൾ ബാലസംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഈ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നട്ട് പരിചരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മുടെ ഏരിയ കമ്മിറ്റി കൂടി ആലോചിക്കുമ്പോൾ ഇത് സാധാരണ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്ന ഒരു കാര്യമാണ് മരത്തൈ വെക്കുക, പരിപാലിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ 5-ാം തീയതിയോടനുബന്ധിച്ച് 3-4 ദിവസങ്ങളിലായിട്ട് വ്യാപകമായി ഫലവൃക്ഷ തൈകളും മരത്തൈകളും ഔഷധ സസ്യങ്ങളും ഒക്കെ നട്ടുവെക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നീട് അതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കാറില്ല. ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭാ തങ്കച്ചൻ, ബിന്ദു ജോസ്, സനില വിജയൻ, PK രാജു, ആദിത്യൻ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ദീപക്, ഡോക്ടർ അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. കല്ലാറുകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്ന ആവശ്യം. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങൾ അടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. കല്ലാറുകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട്. മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്ന് പന്തലിച്ചത് വാഹനയാത്രികരെയും കാൽനട യാത്രികരെയും ഒരേപോലെ വലയ്ക്കുന്നു. വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയുന്ന സ്ഥിതിയുണ്ട്. ഇത് അപകട സാധ്യതയും ഉയർത്തുന്നു. കല്ലാറുകുട്ടി മുതൽ മുതുവാൻകുടി വരെയുള്ള PW റോഡിൻ്റെ ഇരു സൈഡിലും വൻതോതിൽ കാട് പിടിച്ച് പിന്നെ മഴയത്ത് വെള്ളമൊഴുകി അഗാധ ഗർത്തവും വനം പിടിച്ച് വണ്ടികൾക്ക് ഓടാൻ വയ്യാത്തൊരവസ്ഥയാണ്. നിരന്തര അപകടമാണ്. വലിയ തോതിലുള്ള കുഴി ഒരു വശത്ത്, 2 സൈഡിലും കാട് കാരണം വാഹനം വരുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് വലിയ അപകടമാണ് ഡെയിലി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല. നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിനോട് ഈ 2 സൈഡിലെയും കാനകൾ വെട്ടി, അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി. അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ട്രീ കമ്മിറ്റി കൂടി മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും മുറിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ 2-ാം മൈലിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആളുകൾ യാതൊരുവിധ സംവിധാനത്തിനും മുന്നോട്ട് വരുന്നില്ല. ഈ അപകടങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. ഒരപകടമുണ്ടായി കണ്ടിട്ട് അതിനകത്ത് പിന്നെ ദുഃഖിച്ചിട്ടും നടപടിയെടുത്തിട്ട് ഒരു കാര്യമില്ല. കൃത്യമായി ഓടകളുടെ അഭാവത്താൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡരികെ പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതും അപകട സാധ്യത നിലനിൽക്കുന്നു. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാറുകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം. സ്വകാര്യ ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നു. വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നത് പതിവ് സംഭവമാണ്. കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൊന്തക്കാടുകൾ വെട്ടിനീക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. SNDP യോഗം കട്ടപ്പന പുളിയൻമല ശാഖയിൽ ബാലവേദി കുട്ടികളുടെ പ്രവേശനോത്സവവും സ്കോളർഷിപ്പ് വിതരണവും ആദരിക്കലും നടന്നു. മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു.
ബാലവേദി കുട്ടികളെ ശാഖായുഗം ഭാരവാഹികൾ തിലകമണിയിച്ചാണ് സ്വീകരിച്ചത്. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പഠനോപകരണ വിതരണവും നടന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ശാഖായുഗം മുൻ വൈസ് പ്രസിഡന്റ് NK തങ്കപ്പൻ നാഞ്ഞിലത്ത് പറമ്പിലിന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസ നിധിയുടെ വിതരണവും നടന്നു. മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു വി. സോമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അടക്കമുള്ള സൗജന്യ ഭക്ഷണമുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ഗുരുവിന്റെ ഒരു വിദ്യാഭ്യാസ സങ്കല്പത്തിന് ചുവടുപിടിച്ചാണ്. അപ്പൊ അറിവുള്ള ഒരു തലമുറയ്ക്ക് മാത്രമേ ഒരു സമൂഹത്തെ നന്നായി നയിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ കുട്ടികളോട് ആദ്യം, ഒരു തലമുറയോട് ആദ്യം പഠിക്കുവാനാണ് ഗുരു ഉപദേശിച്ചത്. അങ്ങനെയുള്ള ഗുരുവിനെ ദർശനങ്ങൾ പഠിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നമുക്ക് പൊതു വിദ്യാഭ്യാസപരമായ കാലഘട്ടങ്ങളിൽ അവസരങ്ങൾ കുറവാണ് എങ്കിലും ഇത്തരത്തിലുള്ള ബാലജന യോഗത്തിന്റെ പ്രവർത്തനം, ബാലവേദിയുടെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. ശാഖായുഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് PN മോഹനൻ, സെക്രട്ടറി JN MR, സോജൻ പൂവത്തുമൂട്ടിൽ, ഷാച്ചി ചെറിയ കൊല്ലപ്പള്ളി, രാധാമണി കൃഷ്ണൻകുട്ടി, രാധാ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വള്ളക്കടവ് ഗുരുദർശന കുടുംബയോഗത്തിന്റെയും ശ്രീനാരായണ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗവും നടന്നു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം വള്ളക്കടവ് ഗുരുദർശന കുടുംബയോഗത്തിന്റെയും ശ്രീനാരായണ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗവും നടന്നു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖായുഗം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PD ബിനു, സോമൻ കവറുമുണ്ടയിൽ, ദാസ് കറ്റുവീട്ടിൽ, അഞ്ജന ബിച്ചു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇരട്ടയാർ ചെമ്പകപ്പാറ മന്നം മെമ്മോറിയൽ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. ചെമ്പകപ്പാറ കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്ന യോഗം ഹൈറേഞ്ച് യൂണിയൻ ഭരണസമിതി അംഗം KG വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കരയോഗത്തിന് കീഴിലെ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കരയോഗത്തിലെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി ഗിരീശൻ PB പനംതാനത്ത്, വൈസ് പ്രസിഡന്റായി ബിനു തങ്കപ്പൻ പുളിയാനിയിൽ, സെക്രട്ടറിയായി ES ശ്രീകാന്ത് ഇടാട്ടയിൽ, ജോയിന്റ് സെക്രട്ടറിയായി അനീഷ് കുമാർ MP, ട്രഷററായി PG മനോജ് കുമാർ പാലക്കാട്ട് തെക്കേതിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. മനു ചന്ദ്രൻ കിഴക്കേ വീട്ടിൽ, സുനിൽകുമാർ പാലപ്ലാക്കൽ എന്നിവർ കമ്മിറ്റി അംഗങ്ങളാണ്. കട്ടപ്പന വലിയപാറ കലാരഞ്ജിനി വായനശാലയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും നടന്നു. ലൈബ്രറി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വലിയപാറയിലെ എല്ലാ കുട്ടികളും ഒത്തുകൂടുന്ന ഇടമാണ് കലാരഞ്ജിനി വായനശാല. വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. ലൈബ്രറി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾക്ക് ഒരു ആദരവും ഒപ്പം തന്നെ കഴിയുന്ന രീതിയിലുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നമ്മൾ ഇവിടെ നടത്താറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ തന്നെ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു ബുക്ക് മേടിക്കുന്നതിനോ ബാഗ് മേടിക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ 2-3 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം തന്നെയാണ്. എന്നാൽ മൊത്തമായി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. പറ്റുന്ന ഒരു സഹായം നമ്മുടെ മേഖലയുടെ അക്ഷര വെളിച്ചം പകരുന്ന ഒരു പൊതുസ്ഥാപനം വായനശാല എന്ന നിലയിൽ ഈ വായനശാലയിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കഴിയുന്നത്ര രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. മേഖലയിലെ 110 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. ലൈബ്രറി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ, MK ജോർജ്, TD സോമൻ, ജിൻസി റോയ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഗമവും ആദരിക്കലും നടന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചത്. സമന്വയം 2025 എന്ന പേരിലായിരുന്നു പരിപാടി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ മോബിൻ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു സംസ്കാരത്തെ തിരിച്ചു പിടിക്കുക എന്നാണ് അർത്ഥം. പൊതു ലൈബ്രറികൾ ഉണ്ടാവണം,
പൊതു സ്കൂള് ഉണ്ടാവണം, പൊതുവായിട്ടുള്ള കളിസ്ഥലങ്ങൾ ഉണ്ടാവണം. അങ്ങനെ പൊതു ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ, വ്യത്യസ്ത തരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അവിടെ വലിയ ജനാധിപത്യത്തിന്റെ പ്ലാറ്റ്ഫോം ഒരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തെ നാം ഇത്തരത്തിലുള്ള ജനാധിപത്യ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിക്കൊണ്ട് വേണം നേരിടാൻ. തുടർന്ന് കലാപ്രതിഭകളെ ആദരിച്ചു. ലഹരി ഉപയോഗത്തെക്കുറിച്ച് പീരുമേട് എക്സൈസ് ഇൻസ്പെക്ടർ അമൽ രാജൻ സെമിനാർ നയിച്ചു. തുടർന്ന് നടന്ന മാഗസിൻ പ്രകാശനം അഡ്വക്കേറ്റ് KR പ്രതാപൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷയായിരുന്നു. ലൈബ്രറിയൻ അഭിലാഷ് S, TK സിജുമോൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K ജോൺ, ഷൈമോൾ രാജൻ, നിഷാമോൾ വിനോജ്, ജോമോൻ വെട്ടിക്കാലായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊന്നത്തടി പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗവും പഠനോപകരണ വിതരണവും നടത്തി. പാറത്തോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് ഉദ്ഘാടനം ചെയ്തു. കൊന്നത്തടി പഞ്ചായത്തിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ 603-ാം റാങ്ക് നേടിയ അനുശ്രീ സത്യനെയും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ബാങ്ക് സഹകാരികളുടെ കുട്ടികളിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെയുമാണ് അനുമോദിച്ചത്. പാറത്തോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് ഉദ്ഘാടനം ചെയ്തു. എന്നോട് മാത്രം എഴുതാൻ പറയുന്നില്ല, മിച്ചമെടുക്കാൻ പറയുന്നില്ല, വായിക്കാനും എഴുതാനും മാത്രമേ പറയുന്നുള്ളൂ, നിനക്ക് അത് ചെയ്താൽ പോലെ ഏതു നേരം മൊബൈലിലാണ് തുടങ്ങിയ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ പഠിക്കാനുള്ള നമ്മുടെ 15-ാം വാർഡ് ശ്രീ PK ഉണ്ണികൃഷ്ണൻ ടീച്ചറിന്റെ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും പ്രതിസന്ധി. ഈ ചോദ്യങ്ങളാണ് പ്രതിസന്ധി. എങ്ങനെയാണ് ഓരോ തവണയും ഓരോ പാരഗ്രാഫും പഠിച്ചു തീർക്കുന്നത് എങ്ങനെയാണ് അവർക്ക് മാത്രമല്ല. പക്ഷെ എപ്പോഴും ചോദ്യം വരുന്നെന്താ, നിനക്കിത് പഠിച്ചാൽ മാത്രം പോരെ, ഈ പഠിക്കുന്നതിനാണ് നിനക്ക് പ്രശ്നം. പക്ഷെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, മുഴുവൻ സമയവും പുസ്തകം മുഴുവായിരിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യുക എല്ലാത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ്. കാരണം അവന്റെ ബുദ്ധി എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാ ഇടങ്ങളിലും അവന്റെ ശ്രദ്ധയില്ല. ചടങ്ങിൽ ബാങ്ക് പരിധിയിലുള്ള സ്കൂളുകൾക്ക് കുട, ബാഗ് തുടങ്ങിയ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MN വിജയൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി TC രാജശേഖരൻ നായർ, പ്രഭാഷകനും എഴുത്തുകാരനുമായ റിജി നളന്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, റാണി പോൾസൺ, PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പേരന്വർത്ഥമാക്കി പാലങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് തൂക്കുപാലം. ഓരോ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിലും പാലമുള്ള നാട്. റോഡ് നിർമ്മാണത്തിന് പിന്നാലെ ഓട നിർമ്മാണവും അനന്തമായി ഇഴഞ്ഞു നീങ്ങുന്നതാണ് നാടിനെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത്. കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായി തൂക്കുപാലം ടൗണിലെ റോഡ് നിർമ്മാണം കഴിഞ്ഞ ഓണക്കാലത്താണ് ആരംഭിച്ചത്. മാസങ്ങളോളം ടൗണിലെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓടയുടെ നിർമ്മാണവും ആരംഭിച്ചതോടെ നാട്ടുകാർ വൻ പ്രതിസന്ധിയിലായി. ഏതാനും ആഴ്ചകൾ കൊണ്ട് തീരേണ്ട ജോലികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾ എത്തണമെങ്കിൽ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം. കടകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായതോടെ മേഖലയിലെ വ്യാപാരവും ഗണ്യമായി കുറഞ്ഞു. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ തൂക്കുപാലത്തെ 1 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ താമസിച്ചുകൊണ്ടാണ്. കാരണം ഈ ഒരു വർഷമായി ഇവിടുത്തെ വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപാരമില്ല. ഒരു വണ്ടിയുമായി ഒരാൾ വന്ന് ഒരു കടകളിൽ കയറണമെങ്കിൽ ഇവിടെ നിന്നും ഒറ്റ കടകളിൽ പോലും കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇതിന് അടിയന്തിരമായി ഒരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ ഒരു ഭാഗം കുഴിച്ചിട്ട ശേഷം അത് പൂർത്തീകരിക്കാതെ അതിൻ്റെ മറുഭാഗവും കുഴിച്ചിട്ടിട്ട്
ഇത് രണ്ടു ഭാഗത്തിലും പണികൾ വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലും കഴയുടെ ഫ്രണ്ടിൽ വെള്ളക്കെട്ടാണ്. അവിടെയൊക്കെ ഈ മഴക്കാലമായ ശേഷം വെള്ളം കെട്ടിക്കിടന്ന് തന്നെ പലവിധ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തൂക്കുപാലത്തെ ഈ റോഡ് നിർമ്മാണവും അടിയന്തിരമായി പരിഹരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മുൻപ് മെച്ചപ്പെട്ട വീതി ഉണ്ടായിരുന്ന റോഡിന് പുതിയ നിർമ്മാണത്തോടെ വീതി കുറഞ്ഞെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാമമാത്ര ജോലിക്കാർ മാത്രമാണ് നിലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉള്ളത്. മഴ ശക്തമാകുന്നതോടെ കടകളിൽ കയറാൻ പോലും ആവാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടൻമേട് മയിലാടുംപാറയിലെ ഏലത്തോട്ടത്തിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. കുഴിയിൽ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായയെയും മയക്കുവെടി വെച്ചു. കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമായില്ല. പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങാൻ കാരണം പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനമെത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തത്. 10,000 ലിറ്റർ ഓക്സിജനുമായി എത്തിയ വാഹനം മുൻപ് തിരികെ പോകേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു. നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിലകപ്പെട്ട യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി വീണ തമിഴ്നാട് സ്വദേശിക്ക് മരക്കഷ്ണത്തിൽ പിടികിട്ടിയതിനാൽ താഴ്ചയിലേക്ക് വീണില്ല. മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുക്കുന്ന വെള്ളത്തിൽ തമിഴ്നാട് തേനി കുച്ചനെല്ലൂരിൽ ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ നാട്ടുകാർ രക്ഷിച്ചു. കാഞ്ചിയാർ അഞ്ചുരുളിക്ക് പുറമെ കട്ടപ്പന വാഴവര വാകപ്പടിയിലും കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് 3ഓളം കാട്ടാനകൾ. പുലർച്ചെ ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ പുത്തൻപുരയ്ക്കൽ ശ്രീജിത്ത് ആനകളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.